ഡൽഹി ഇനി രേഖ ഗുപ്ത നയിക്കും. ഡൽഹിയുടെ 4ാമത് വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു. 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. രാംലീല മൈതാനിയിൽ ജനപ്രവാഹമായിരുന്നു. കാവിക്കൊടികളുമേന്തി വൻ കരഘോഷത്തോടെയാണ് പ്രവർത്തകർ ചടങ്ങിലേക്ക് എത്തിയത്. വിവരങ്ങളുമായി നന്ദഗോപനും ഗൗതം അനന്തനാരായണനും ചേരുന്നു. ആദ്യം ഗൗതമിലേക്ക്. ഗൗതം, ഡൽഹി ഇനിയൊരു പുതിയ രാഷ്ട്രീയ ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ്. രേഖ ഗുപ്ത മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. അല്പസമയം മുമ്പ് സാക്ഷിയായത് ഒരു പുതിയ ഡൽഹിക്കുള്ള തുടക്കം കുറിക്കലാണ് ഇന്നിപ്പോൾ ഈ രാംലീല മൈതാനിയിൽ നടന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം ഡൽഹിയുടെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത ആ ചരിത്ര പ്രാധാന്യമുള്ള ആ വേദിയിലേക്ക് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ കയറി പടമെടുക്കുകയും ഒപ്പം അവിടെ നിന്നുകൊണ്ട് അവർ ആ സന്തോഷം പങ്കുവെക്കുകയും ഒക്കെയാണ്. എന്തായാലും ചരിത്രപരമായ ഒരു സംഭവത്തിന് രാജ്യതലസ്ഥാനം സാക്ഷിയായിരിക്കുന്നു. ഒരു പുതിയ തുടക്കത്തിന് ഡൽഹിയിൽ ഈ രാംലീല മൈതാനിയിലൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ 7 പേരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി രേഖ ഗുപ്തയെ കൂടാതെ 6 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാംലീല മൈതാനം കവിഞ്ഞൊഴുകുന്ന രീതിയിലുള്ള ജനക്കൂട്ടം ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാധാരണക്കാരായ BJPയുടെ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഭേദമന്യുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ രാംലീല മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അവരെ സാക്ഷ്യം നിർത്തിയുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആളുകൾ തിരിച്ച് പോകുകയാണ്. അതായത് ഈ ചടങ്ങ് പൂർത്തീകരിച്ച് ഇപ്പോൾ തിരിച്ച് ആളുകൾ മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനിയും വകുപ്പ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും നടപ്പാക്കേണ്ടതുണ്ട്. നിലവിൽ 7 പേരുടെ സത്യപ്രതിജ്ഞ നടന്നിരിക്കുന്നു. ഇനിയും ഡൽഹി സെക്രട്ടേറിയറ്റിലെത്തിയാണ് ഓഫീസിൻ്റെ ചുമതലയിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കയറുന്നത്. ഇന്നലെ വൈകുന്നേരം പന്ത്മാർഗിൽ BJP ആസ്ഥാനത്ത് നടന്ന നിയമസഭാ കക്ഷി യോഗം, 48 MLA-മാരുടെ യോഗം. ആ യോഗത്തിൽ രേഖ ഗുപ്തയാണ് കക്ഷി നേതാവ് എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശം BJPയുടെ ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു. 2 നിരീക്ഷകർ, രവിശങ്കർ പ്രസാദും OP ധൻഖറുമാണ് ആ യോഗത്തിനായി എത്തിയത്. അതിനുശേഷം പിന്നീട് MLA-മാർ അത് അംഗീകരിച്ചുകൊണ്ട് കൈ ഉയർത്തുകയും അതിനുശേഷം നിയമസഭാ കക്ഷി നേതാവായി രേഖ ഗുപ്തയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നീട് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയും പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ 8-ാം തീയതിയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നത്. 70-അംഗ ഡൽഹി നിയമസഭയിൽ 48 സീറ്റുകൾ നേടിയുള്ള ചരിത്ര വിജയം BJP കുറിച്ചിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങും പൂർത്തിയാകുന്നു. ഇനിയും സ്വാഭാവികമായും രാജ്യത്തെ ജനങ്ങൾ, അല്ലെങ്കിൽ ഡൽഹിയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉയർച്ച സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് തീർച്ചയായും അനുഭവം ാവിനെ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് BJP അയച്ചിരിക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് ജനങ്ങളെ സംബന്ധിച്ച് 27 വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ BJPക്ക് വീണ്ടും ഭരണത്തിനുള്ള അവസരം ഡൽഹിയിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും അവർക്ക് ഈ ജനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് തീർച്ചയായും ഉയരേണ്ടത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അതിനാൽ തന്നെ വലിയ പ്രഖ്യാപനങ്ങളും വലിയ പദ്ധതികളും ഡൽഹിയുടെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഡൽഹിയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ഗൗതം, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിലേക്കാണ് നീങ്ങുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം BJPയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഓരോ നയവുമാണ് വലിയ ഒരു വിജയത്തിലേക്ക് BJPയെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എന്ന അഴിമതി കൂടാരത്തിനെ കൃത്യമായി തന്നെ തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് സാധിക്കുകയും ചെയ്തു. രേഖ ഗുപ്ത മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുമ്പോൾ അതികായരായ വളരെ സുപ്രധാനമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള മറ്റ് നേതാക്കളാണ് ഭരണചക്രം തിരിക്കാൻ കൂടെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം ഇപ്പോൾ മന്ത്രിമാരായി ചുമതലയേറ്റ 6 പേരും അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് ഒരു ഭരണചക്രം തിരിക്കാൻ BJP സാരഥ്യം നൽകുന്നത് അത്തരത്തിലുള്ളൊരു വലിയ വൃന്ദത്തെ തന്നെയല്ലേ?
അത് തന്നെ, അതായത് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ തീർച്ചയായും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. मैं शाहदरा विधानसभा संजय रोल जी हमारे विधायक हैं, मैं वहाँ से हूँ जी। इतना संतुष्ट? मेरा नाम सोनू राघव बोल रहा हूँ, मैं शाहदरा विधानसभा से, ओल्ड सुमपरी D229 मतदान नंबर। जी हमें तो इतनी खुशी है कि हमें तो ऐसा लग रहा है कि देश से प्रधानमंत्री दोबारा प्रधानमंत्री बन चुके हैं, और जो तेजी वाले झूठे वादे कर रहे थे उस झूठे वादे करने का जनता ने उसे सबक सिखा दिया है। जो उससे काम था वो उसने काम नहीं रहा, झूठ पर झूठ बोलता रहा। लेकिन जो बीजेपी बोलती है वो टलती है। उसने पंजाब में बोला था 1000 रुपये महीना दूंगा, जो आदमी 1000 रुपये महीना नहीं दे सकता तो 2100 रुपये दे रहा महिला को, और महिला को उसने खूब झूठ बोला। आज दिल्ली की जनता ने उसे सबक सिखा दिया है। दिल्ली की जनता को एक विष बेल से मुक्ति मिली है। झूठ फरेब और लोगों को बेवकूफ समझकर बेवकूफ बनाना, यही अन्ना हजारे ने जो कहा था, उसका जो जिस परिप्रेक्ष्य में उन्होंने कहा था, उन्होंने इससे पूछा था कि आप राजनीति में जा रहे हैं लेकिन उसको शुद्ध कैसे करेंगे, लेकिन इनने अन्ना हजारे को अभी बेवकूफ़ बनाने का प्रयास किया, और उसका आज ये 11 साल के बाद में दिल्ली को मुक्ति मिली है। ना यमुना इसके समय में साफ हुई, ना प्रदूषण से मुक्ति मिली, ना जाम से मुक्ति मिली, ना किसी प्रकार से जो आदमी दिल्ली में रहने लायक था उसको मुक्ति मिली। आज दिल्ली गंदगी से व्याप्त, सारी दुनिया में सर्वश्रेष्ठ अगर दिल्ली गंदगी में है तो उसका इनाम इसको मिलना चाहिए था, और लोगों ने ये बात समझी और उसको जो है आगे के लिए रास्ता बता दिया कि झूठ और फरेब ज़्यादा दिन नहीं चल सकता। आपका विचार क्या है भाई? सर हमारा विज़न ये है कि अब एजुकेशन पे काम होना चाहिए, जो सबसे मोस्ट इम्पोर्टेंट है इस समय। ये नीट के बच्चे इतने सारे आत्महत्या कर रहे हैं, बेचारे पढ़ रहे हैं, रात रात दिन पढ़ रहे हैं। 50 लाख लोग भर रहे हैं पेपर, और सीटें आपके पास 1 लाख पड़ी है, वो सीटें बढ़नी चाहिए। आपकी IIT के अंदर सीटें बढ़नी चाहिए, जॉब्स के अंदर सीटें बढ़नी चाहिए, और महिलाओं के लिए अलग से गवर्नमेंट जॉब में आरक्षण होना बहुत ज़्यादा ज़रूरी है, ताकि उनका दोनों का समांतर साथ बना रहे। तो ये सब बहुत ज़्यादा एजुकेशन के लिए तो सबसे पहले काम करना ही चाहिए मोदी साहब को। और ये एजुकेशन इतनी मस्ट है कि एजुकेशन के बिना कुछ भी नहीं है। आप आज की देख लीजिए, IIT वाला बाबा वहाँ फेमस हुआ तो क्यों हुआ? बिकॉज ऑफ एजुकेशन। अगर एजुकेशन नहीं है इंडिया के अंदर तो कुछ नहीं है। हमें सारी चीज़ें भूल भाल के इस समय सबसे पहला काम एजुकेशन पे करना चाहिए। अगर एजुकेशन पे अगर कोई भी काम सरकार काम नहीं कर पाती, चाहे वो बीजेपी हो, चाहे वो आम आदमी पार्टी हो, चाहे वो कांग्रेस पार्टी हो, तो वो किसी मतलब की पार्टी नहीं है। हमारा मकसद राम हमारे हैं, राम हमारे थे, राम हमारे रहेंगे। वो हमारे दिल से हैं, हमारे दिल में रहेंगे। लेकिन सबसे पहले एजुकेशन मस्ट है, हर बंदे के लिए एजुकेशन बहुत मस्ट है, वो जरूरी है, करवाएं उसके लिए काम। सर मेरा नाम महेश राज है, मैं काफ़ी दिन से मोदी जी से मिलना चाहता हूँ। आई एम इन अ डिप्रेशन, तब भी मैं यहाँ पर आया ताकि सर से मैं मिल सकूँ। प्लस सर आप देव की बात कर रहे हैं, आप രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് ഈ രാംലീല മൈതാനിയിൽ രൂപപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചത്. രോഹിണി, എന്തായാലും ഒപ്പം പ്രവർത്തകരും ഇപ്പോൾ രാംലീല മൈതാനിയിൽ നിന്നും മടങ്ങി. ഇനിയും ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ 7 പേർ സത്യപ്രതിജ്ഞ ചെയ്തു, മുഖ്യമന്ത്രി ഉൾപ്പെടെ. ബാക്കി 6 പേർ ഏതൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. ഒപ്പം സീനിയർ നേതാവായിട്ടുള്ള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ്, ഒപ്പം BJPക്ക് 2015 വലിയ തിരിച്ചടി ഏൽക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം രോഹിണി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതാണ്. വിജേന്ദ്ര ഗുപ്ത സ്പീക്കറായി ഈ നിയമസഭയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയായി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും രാംലീല മൈതാനിയിൽ ഇപ്പോൾ ചടങ്ങുകൾ പൂർത്തിയായി എല്ലാവരും മടങ്ങുകയാണ്. രോഹിണി. ശരി ഗൗതം. ഡൽഹി ഇനി രേഖാ ഗുപ്ത നയിക്കും. ഡൽഹിയുടെ 4ാമത് വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു. 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.